ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആഘോഷങ്ങൾ പൊടി പൊടിക്കും കേട്ടോ. താരയും കൂടി വരുമ്പോഴേക്കും ഇവിടെ ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല. അങ്ങനെ കല്യാണിയും കിരണും താരയൊക്കെ എല്ലാവരും ആഘോഷങ്ങൾ കാണുമ്പോഴേക്കും നമ്മുടെ സരിയു പറഞ്ഞു, അവള് വന്നിട്ടുണ്ടല്ലോ, ആ വൃത്തികെട്ടവള് തെരുവിലൂടെ അഴിഞ്ഞു നടക്കണവള് ഇപ്പൊ എൻ്റെ മോളാണ് എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് കാണുന്നില്ലല്ലോ. സാധാരണ ഞാൻ അവരുടെ മോളാന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് വലിഞ്ഞു കയറി വരാറുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാറില്ല അവരെ. എന്ത് പറ്റിയോ അതോ മനസ്സിലായിട്ടുണ്ടാവായിരിക്കും ആ സംസാരിക്കാതിരുന്ന കല്യാണി തന്നെയാണ് അവളുടെ മോളെന്ന്. പറയാൻ പറ്റില്ലമ്മേ, ചിലപ്പോൾ അവളായിരിക്കും അവരുടെ മോള് അല്ലേ എന്ന് പറയുമ്പോൾ ഷാരി പറയണ്ടേ, മോളെ അങ്ങനെയൊന്നും ആവില്ല. കല്യാണിനെ കണ്ടാലറിയില്ല, അവളുടെ അമ്മയുടെ അതേ മുഖച്ഛായ തന്നെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. ദീപനെ പോലെ തന്നെ എടുത്തു വെച്ചേക്കണ പോലെ തന്നെയാ. പിന്നെ ആ പ്രകാശിനെ പോലെ ഉണ്ട് അവള്. അവർ രണ്ടുപേരും അവളെ കണ്ടാൽ തന്നെ അറിയാം പ്രകാശിന്റെ ദീപയുടെ മകള് തന്നെയാ അവളെന്ന്. അപ്പൊ എന്താ, എന്നെ കണ്ടാൽ അങ്ങനെ പറയില്ലേ? അതുകൊണ്ടിട്ടാണോ താരയുടെ അന്വേഷിച്ചു വരുന്നത് എന്നാണ് അമ്മ പറഞ്ഞത്. എന്നെ കണ്ട കറക്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മേനെയും അച്ഛനെയും പോലെ തന്നെയാ ഉള്ളത്. ചെറുപ്പത്തിലേക്ക് ഞാൻ സ്കൂളിൽ പോകുമ്പോഴേ എല്ലാവരും പറയുന്നത് ഞാൻ എൻ്റെ അമ്മേനെ എടുത്തു വെച്ച പോലെയാ ഉള്ളതെന്ന്. കളറും ആ ഒരു മുടിയും എല്ലാം അമ്മേനെ പോലെ തന്നെയാണെന്ന് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഷാരി രാഹുലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. രാഹുലിന് എന്ത് പറയണോന്ന് അറിയില്ല. രാഹുൽ ആണെങ്കിൽ തപ്പിത്തടി നടന്ന് നിൽക്കുന്ന സമയത്ത് ഷാരി ഒരു സെക്കൻഡിലേക്ക് താരയുടെ മുഖത്തേക്കൊന്ന് നോക്കുവാണ്. ശേഷം സരയുവിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്, താരേനെ എടുത്തു വെച്ചിരിക്കണ പോലെ തന്നെയാണ് ഇവളെ ഇരിക്കുന്നത്. ശരിയാ, താരനെ പോലെ തന്നെയുണ്ട് ഇവളെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ആ മൂക്കും കണ്ണും ചുണ്ടും മുടിയും ഒക്കെ താര തന്നെ എന്ന് ഷാരിനെ വിചാരിക്കുകയാണ്. എന്താമ്മേ, ഞാൻ അമ്മേനെ പോലെ തന്നെയല്ലേ ഉള്ളത്? അതേ മോളെ, നീ എന്നെപ്പോലെ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ ഭഗാസുവിനെ പോലെ നീ ആയിട്ടില്ല എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ആഘോഷങ്ങളൊക്കെ പൊടി പൊടിക്കുകയാണ്. അങ്ങനെ 28 കെട്ട് നടക്കുവാട്ടോ. 27 കെട്ട് നടക്കുവാണ്. 27 ദിവസം തന്നെ 27 ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. വേറെ ആരുമില്ല, അവരാകെ 5-6 പേരുള്ളൂ. രൂപയും കൂടെയുണ്ട്. അങ്ങനെ നമ്മുടെ രൂപ നോക്കുമ്പോഴേക്കും ഷാരി ആഭരണം മേടിച്ചിരുന്ന ആ ആഭരണങ്ങൾ തന്നെയാണ് മനു കൊണ്ടുവന്ന ആഭരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് സരി ഇട്ട് കൊടുക്കണത്. രൂപ ചോദിക്കുന്നുണ്ട്, എല്ലാം മോളെ ഈ ആഭരണങ്ങളൊക്കെ മനുവായിട്ട് വാങ്ങിച്ചതാ എന്ന് പറയുമ്പോഴേക്കും രൂപ ദേഷ്യത്തിൽ മനുവിനെ നോക്കുവാണ്. മനു ഒന്നരത്തുപോലെ അവിടെ നിൽക്കുവാണ്. ശേഷം ഷാരിനെ നോക്കുന്നുണ്ട്. ഷാരി മുഖം കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. രൂപയാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന രീതിയിൽ ഷാരിനെ ഇങ്ങനെ നോക്കുവാണ്. അതിനുശേഷം താര മേടിച്ചുകൊണ്ടുവന്ന ആഭരണങ്ങളുണ്ടല്ലോ, ആ ആഭരണങ്ങൾ ഷാരി കുഞ്ഞിനെ അണിയിക്കുകയാണ്. സരയുവിന് വലിയ താല്പര്യമൊന്നുമില്ല. മനോഹരാണെങ്കിൽ നോട്ടം ഫുള്ളും സ്വർണ്ണത്തിലാണ് കേട്ടോ. ശേഷം രൂപ അണിയിക്കുന്നുണ്ട് ആഭരണങ്ങൾ. രൂപ കൊണ്ടുവന്ന ആഭരണങ്ങൾ ഏറ്റവും കട്ടിയുള്ള ആഭരണങ്ങൾ, ആ ആഭരണങ്ങൾ കുഞ്ഞിനെ അണിയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ കൂടി തന്നെ ഇരിക്കുകയാണ്. രൂപ ചോദിക്കണ്ടേ, എന്നാലും 27 കെട്ടൊക്കെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും മോളെ ഇങ്ങനെ കെട്ടണത്. ഓ, അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി, 27 28 തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ദിവസത്തിന്റെ വ്യത്യാസമല്ലേ? ഒരു ദിവസത്തിന്റെ വ്യത്യാസമാണെങ്കിലും അത് വ്യത്യാസം തന്നെയാ മോളെ. അതൊന്നും കുഴപ്പമില്ലാതെ അപ്പുറത്തെ ആ കൊച്ചിന്റെ പിറന്നാളായെന്ന്. അപ്പൊ ഇന്നും ഇവിടെ ആഘോഷമാണല്ലോ, അതുകൊണ്ടാ. എല്ലാത്തിനും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരുന്നാലേ അവസാനം മോള് ചിലപ്പോൾ തോറ്റു പോകാതെ നോക്കിക്കോ. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത്? ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. ഇവിടെ എൻ്റെ അച്ഛനും അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുന്നുണ്ട്, ഇനി ആന്റി കൂടി അങ്ങനെ പറയല്ലേ. ഞാനൊന്നും പറയുന്നില്ല മോളെ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നിങ്ങനെ പറയാണ്. അല്ല, മനു എപ്പോഴാണ് അമേരിക്കയിലേക്ക് പോകുന്നത്? പോണം, ഉടനെ പോണം. അല്ല, കുഞ്ഞൊക്കെയായി, നേരത്തെ കല്യാണം കഴിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഗർഭിണി ആയി കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. ഇപ്പൊ പ്രസവം കഴിഞ്ഞു, ഇപ്പോഴും പോകുന്നില്ലെന്നാണോ? പോകും, 2 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാകും എന്ന് പറയാണ്. പോയാ കൊള്ളാം എന്നൊക്കെ രൂപ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കല്ലുമോനെ പിറന്നാളും ആഘോഷിക്കുകയാണ്. കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും സരിയു പറഞ്ഞിട്ട്, മനുവേട്ട ഇവിടെ പടക്കം പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് പടക്കമൊക്കെ മനുവിനെ കൊണ്ട് വാങ്ങിച്ച് പൊട്ടിപ്പിക്കുക കേട്ടോ. രൂപ നൈസായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നമ്മുടെ കല്ലുമോൻ്റെ അടുത്തേക്ക്. അതിനുശേഷം കല്ലുമോൻ്റെ അടുത്ത് ലാളിക്കണം കൊഞ്ചിക്കണൊക്കെ ഉണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പിറന്നാളാഘോഷമാണ് ഏറ്റവും ഗംഭീരമായിട്ട് നടന്നത്. സരിയു പറയണ്ടും, ഇവിടെ 27 കേട്ടു, ഒരു ആഘോഷം ഉണ്ടായില്ല, ഒരു രസവും ഉണ്ടായില്ല. അവിടെ പിറന്നാള് എന്തോരം പേരാ, എന്തൊരു ആഘോഷമായിട്ട് അവർ നടത്തിയേക്കണത്. വെറുതെ 27 കെട്ട് നടത്തിയിട്ട് സമയം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സരിയുവിന് ഓരോ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും താര പതുക്കെ കിരണും കല്യാണിയും പോലും അറിയാണ്ട് സരയുവിനെ കാണാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് പോകുക കേട്ടോ. ആ സമയത്ത് ഷാരി മുമ്പിൽ തന്നെ ഉണ്ടാവും. മുമ്പിലുള്ള ഷാരിൻ്റെ അടുത്തേക്ക് താര വരുന്നുണ്ട്, എനിക്കിന്ന് കുഞ്ഞിനെ കാണണമെന്ന്, ഒന്ന് എടുക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അയ്യോ മോൾ ഉറങ്ങിയിട്ടില്ല, എന്തിനാ താരെ ഇങ്ങനെ വന്നത്? ആരെങ്കിലും കണ്ട അപ്പത്തോയില്ലേ? ആര് കണ്ടാലും കുഴപ്പമില്ല, പക്ഷെ ആ സരയു കണ്ടിട്ട് ഭയങ്കര പ്രശ്നവും. നിന്നെ കാണാൻ അവൾക്ക് ഇഷ്ടമല്ല, നിനക്ക് അറിയാവുന്നല്ലേ, അവൾ ഒരിക്കലും നിന്നെ അമ്മയായിട്ട് അംഗീകരിക്കത്തുമില്ല. അതുകൊണ്ട് നീ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക്, എനിക്കൊന്ന് കുഞ്ഞിനെ കാണണം എന്ന് താര പറയാണ് ആക്ഷൻ വഴി. ഷാരി പറഞ്ഞില്ല, താരെ ഒരിക്കലും കാണാൻ പറ്റില്ല, ഭയങ്കര അബദ്ധമാണ് നീ കാണിക്കണത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. അവർ അടക്കി പിടിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്.
ഇവരുടെ സംസാരം കേട്ട് ആരോ പുറത്ത് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് നോക്കിയിട്ട് രാഹുൽ പതുക്കെ വാതിൽ തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഷാരിയും താരയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി രാഹുൽ പതുക്കെ അടുത്തേക്ക് പോയി കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഷാരി പറഞ്ഞു, നിന്റെ മോള് തന്നെയാണ് സാരിയോ, എനിക്കറിയാം, ഞാനത് അംഗീകരിച്ചും ചെയ്തു. പക്ഷേ അവൾ അംഗീകരിക്കില്ല ഒരിക്കലും താരെ. അതുകൊണ്ട് അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പറ്റണ പോലെ ഞാൻ നിന്നെ കൊണ്ട് കാണിക്കാം, നീ ഇപ്പൊ താരെ എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കണ രാഹുൽ ആകെ ഞെട്ടിപ്പോട്ടോ. അപ്പോൾ ഷാരിയുടെ പിണക്കത്തിനും ദേഷ്യത്തിനും എല്ലാത്തിനും കാരണം താരയാണ്. എല്ലാ സത്യങ്ങളും ഷാരിക്ക് മനസ്സിലായെന്ന് രാഹുൽ മനസ്സിലാക്കുകയാണ്. അങ്ങനെ താര അവിടെ നിന്ന് പോകുവാണ്. താര പോയി കഴിയുമ്പോഴേക്കും രാഹുൽ മുകളിൽ പോയിട്ട് ഓരോരോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ആ മനോഹറിനെ ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് കിരണിനെ അതുപോലെ തന്നെ എൻ്റെ മോളെ ഒന്നാക്കിപ്പിക്കണം. അതന്നെ ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഷാരി സത്യങ്ങൾ ഒരു കണക്കിന് അറിഞ്ഞത് നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ അവൾ സത്യങ്ങൾ അറിയണമല്ലോ. അതുകൊണ്ട് സത്യങ്ങൾ അറിഞ്ഞത് ഏതായാലും നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ അവൾ മയപ്പെടുമായിരിക്കും എന്നൊക്കെ രാഹുൽ ഇങ്ങനെ ഓരോന്ന് വിചാരിക്കുകയാണ്. അതേസമയം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തോറ്റു തുന്നം പാടുവാണ് പ്രകാശൻ. കാരണം ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലക്ഷ്മി പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ അമ്മുമ്മയൊക്കെ ചെയ്ത ക്രൂരതകളൊക്കെ ലക്ഷ്മിയും ദീപയും കാർത്തികയൊക്കെ വിളിച്ചങ്ങോട്ട് പറയാട്ടോ. എല്ലാം തോറ്റു തുന്നം പാടിയിരിക്കുകയാണ് പ്രകാശൻ. അങ്ങനെ പ്രകാശന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാം നശിപ്പിച്ചിട്ടാണെങ്കിലും ജയിലിൽ പോയേ പറ്റൂ. അതായത് ജയിലിൽ കിടന്നാലും ഒരാളെ കൊന്നാലും 5 പേരെ കൊന്നാലും ശിക്ഷ ഒന്ന് തന്നെയല്ലേ. അതുകൊണ്ട് എന്തായാലും കാർത്തികേനും അവളുടെ അമ്മേനെ വെച്ചേക്കരുത്. ദീപയും അവളുടെ മോളൊക്കെ ഇതൊക്കെ വെച്ചുമ്പോൾ എത്രയോ ഭേദം. അതുകൊണ്ട് നമ്മൾ ഇത്ര നാളും പറഞ്ഞു പറ്റിച്ച ഒരുത്തിയുണ്ട്, ആ ലക്ഷ്മിയല്ല ആ കാർത്തിക. അവളാണ് ഇത്ര മാസങ്ങളായിട്ട് നമ്മളെ പറഞ്ഞ് പറ്റിച്ച് ഒരു മണ്ടന്മാരായി കൊണ്ടിരുന്നത്. അപ്പോൾ അവളെ വേണം ഇല്ലാതാക്കാൻ എന്ന് പറയാണ്. വിക്രം പറയണ്ട്, അതെ എൻ്റെ ചേച്ചിയാണെന്ന് ഞാൻ നോക്കില്ല, അല്ലെങ്കിലും അവരെൻ്റെ ചേച്ചി ആവത്തുമില്ല. കല്യാണിയെ എൻ്റെ ചേച്ചിയായിട്ട് പോലും അവൾ അംഗീകരിക്കണില്ല, പിന്നെയാണ് ഇവള് എന്ന് നമ്മുടെ വിക്രവും പറയണം. എന്തായാലും ഒരു കാര്യം ചെയ്യാച്ചാൽ നമ്മൾ ഇത്ര നാണം കെടുത്തതല്ലേ, എന്തായാലും അവൾക്കിട്ടൊരു ശിക്ഷ നമുക്ക് കൊടുത്തേ പറ്റൂ, അവളെ ഇല്ലാതാക്കിയേ പറ്റൂ വെച്ചാൽ. അതെ, അത് നീ എന്താ ചെയ്തോ മോനെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പ്രകാശിനെ പറയാണ്. അങ്ങനെ കാർത്തികയുടെ ജീവനാപത്താവുന്ന രീതിയിൽ വിക്രം പെരുമാറാൻ പോകുന്ന കാഴ്ചകളൊക്കെ തന്നെയാട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്. എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടെന്ന് അറിയുമ്പോഴേക്കും രാഹുലിനെ പോലെ തന്നെ വിക്രവും പ്രകാശിനെ ആലോചിക്കും. എല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും കൂടെ അവസാനിപ്പിച്ച് ജയിലിൽ പോയാലും കുഴപ്പമില്ല, ആരും സുഖമായിട്ട് ജീവിക്കേണ്ട എന്ന് പ്രകാശനും വിക്രവും തീരുമാനിക്കുക തന്നെ ചെയ്യും. അതേസമയം രാഹുലാണെങ്കിൽ അപ്പോഴും കിരണിനെയും അതുപോലെ തന്നെ സരയുവിനെ ഒന്നാക്കിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ എപ്പിസോഡ് എല്ലാം ഡിലേ ആയിരുന്നു കേട്ടോ. എല്ലാം ഉച്ച കഴിഞ്ഞിട്ടും വൈകുന്നേരമൊക്കെ തന്നെയാണ് വരുന്നത്. അതാണ് കറക്റ്റായിട്ടുള്ള എപ്പിസോഡ്സ് നിങ്ങൾക്ക് കിട്ടാത്തതിന് കാരണം. എന്തായാലും എപ്പിസോഡ് ഇന്ന് എന്തായാലും വന്നിട്ടില്ല. അഥവാ നല്ല നല്ല എപ്പിസോഡാണ്, നല്ല അടിപൊളി എപ്പിസോഡാണ്, ഉച്ചയ്ക്ക് മുമ്പ് വരുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മിക്കവാറും ഈ ടൈമിൻ്റെ ഷെഡ്യൂളിൻ്റെ പ്രശ്നം കാരണമായിരിക്കും എപ്പിസോഡ് ഡിലേ ആവണത്. അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് അങ്ങനെ എപ്പിസോഡ് ഡിലേ ആവാറില്ലല്ലോ. 1-2 ദിവസം ആയാലും പിന്നീട് അങ്ങനെ ആവാറില്ല. എന്തായാലും ഇപ്പോൾ ഒരു 7 ദിവസത്തോളമായി എപ്പിസോഡ് ഡിലേ. എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ദിവസം എന്താകുമെന്ന്. ഒറിജിനൽ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണെങ്കിലും ഉച്ചയ്ക്ക് മുമ്പാണ് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒറിജിനൽ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.